ലൈംഗികതയാണ് വിഷയം. ലൈംഗികത പാപമാണോ? ഒരിക്കലുമല്ല. ലൈംഗികത കാണുന്നതോ അല്ലെങ്കിൽ അത്തരം രീതിയിൽ നമ്മൾ അത്തരം ലൈംഗികപരമായിട്ടുള്ള സിനിമകൾ കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആർട്ട് വർക്ക് ഉണ്ടാക്കുന്നത്, അതൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടോ? സൃഷ്ടിപരമായിട്ട് അങ്ങനെ അതൊരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്ഷേത്രശില്പങ്ങളെ കുറിച്ചൊക്കെ എന്ത് പറയണം? നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ, കേരളത്തിലൊക്കെ വിവിധ ക്ഷേത്രങ്ങൾ. ആർക്കായിരിക്കും ഈ ലൈംഗികത എന്ന് കേൾക്കുമ്പോൾ കുരുകൂട്ടുന്നത്? അത് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കായിരിക്കും, സദാചാരവാദികൾക്ക്. അത് സദാചാരം ഒരു കപട ഇതാണ് അതിനകത്ത് വരുന്നത്. അല്ല, ലൈംഗികതയുടെ പര്യായം അശ്ലീലം എന്നാണ്? ഒരിക്കലുമല്ല. ലൈംഗികത അശ്ലീലമല്ല. ലൈംഗികത നമ്മുടെ ജീവിതത്തിൻ്റെ, മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായൊരു കാര്യമാണ്. ഈ അശ്ലീലത എന്ന് പറയുമ്പം അത് മനുഷ്യ ജീവിതത്തിന് വിരുദ്ധമായ എന്തോ ഒന്നും അതിലുള്ളത് കൊണ്ടാണ് അതിനെ അശ്ലീലത, അത് കൊള്ളരുതാത്തത്, കൊള്ളൂലാത്തത് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അശ്ലീലം, അയ്യേ അശ്ലീല വാക്ക് പറയരുത് എന്ന് വെച്ചാൽ സാധാരണ നിലയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കല്ല. ഒരു ആരോഗ്യകരമായ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഉപയോഗിക്കേണ്ട വാക്ക് അല്ലാത്ത, അതിന് വിരുദ്ധമായൊരു വാക്ക് ഉപയോഗിക്കുമ്പോഴാണല്ലോ നമ്മൾ അശ്ലീല വാക്ക് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ലൈംഗികത വേണമെങ്കിൽ ആത്മീയത എന്നും കൂടി വിശേഷിപ്പിച്ചുകൂടെ? ലൈംഗികതയിലൂടെ നമുക്ക് ആത്മീയതയിലേക്ക് ചെല്ലാം. നിയന്ത്രിതമായ ലൈംഗികത മനുഷ്യന് ആവശ്യമാണ്. ഒരിക്കലും അനിയന്ത്രിതമായ ലൈംഗികത പാടില്ല. നമ്മൾ വിശപ്പുണ്ട്, ആഹാരം കഴിക്കുന്നു, നല്ല ഭക്ഷണമാണ്, രുചിയുണ്ട്, നല്ല രുചിയുണ്ട്, നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമോ? പക്ഷേ ഇല്ല, വയറ് നിറയുമ്പോൾ നമ്മൾ നിർത്തും, അല്ലേ? പക്ഷേ ഇപ്പോഴും ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് ലൈംഗികതയെ പറ്റിയിട്ട് ഒരു പൊതുവേദിയിൽ ഇരുന്ന് സംസാരിക്കുക, ലൈംഗിക വിഷയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാന്നൊക്കെ വല്ലാത്ത ഒരു പ്രയാസമാണ്. ആളുകൾക്ക് ഒരു ഈ പറയുന്ന പോലെ ഒരു അശ്ലീലതയായിട്ടാണ് അയ്യേ ലൈംഗികതയെ കുറിച്ച് പറയുന്നത്. കാഴ്ചപ്പാടിന്റെ പ്രശ്നം. അതായത് ഒരുപാട് സദാചാരവാദികൾ ഇന്നും ഈ സമൂഹത്തിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം ദമ്പതികൾ വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നവർ, അവർക്ക് ലൈംഗികത ഒഴിച്ചു നിർത്താൻ പറ്റുമോ? അവരുടെ ജീവിതത്തിൽ അത് ഒഴിച്ചുകൂടാനാകാത്തതാണ്. അവരുടെ പ്രണയം പങ്കുവെക്കുന്നത്, പ്രേമം പങ്കുവെക്കുന്നത് ലൈംഗികതയിലൂടെയാണ്. അതിനെ നമ്മൾ അശ്ലീലതയായിട്ട് എങ്ങനെ കാണും? ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പ്രേമം പങ്കുവെക്കുന്നതും പ്രണയം പങ്കുവെക്കുന്നതും സ്നേഹം പങ്കുവെക്കുന്നതും എങ്ങനെ അശ്ലീലതയാവും? അപ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നിയന്ത്രിതമായിരിക്കണം. ഇതിനകത്തൊരു അനിയന്ത്രിതമായ, ഇതിൻ്റെ അതിർത്തികൾ ലംഘിച്ചു പോകുന്നത് നല്ല കാര്യമല്ല. അതിൻ്റെതായ ദോഷങ്ങളുണ്ടാകും. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭയങ്കര വൃത്തിയായിട്ടൊരു സംഭവം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടായി. പക്ഷെ അതിനിപ്പോ ഒരു പരിഹാരം കോടതി തന്നെ കണ്ടെത്തി. അത് നിയമപ്രശ്നമായി. അതായത് ഒരു ചിത്രം, കുറച്ച് ചിത്രങ്ങൾ, ഒരു ആർട്ടിസ്റ്റ് വരച്ച കുറച്ച് ചിത്രങ്ങൾ കസ്റ്റംസ് പിടിച്ചു വെച്ചു. അപ്പം വിദേശത്ത് വരച്ച ചിത്രങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നപ്പം ബോംബെയിലാണ് ഈ സംഭവം. ബോംബെയിലെ കസ്റ്റംസ് ഒരാള് ലേലത്തിന് വാങ്ങിച്ച കുറച്ച് ചിത്രങ്ങളാണ്. അതൊരു ന്യൂഡ് ആർട്ടാണ്. ആ ചിത്രങ്ങൾ ബോംബെയിലേക്ക് കൊണ്ടുവന്നപ്പം കസ്റ്റംസിന് അത് പിടിച്ചില്ല. കസ്റ്റംസ് പറഞ്ഞു ഇതിൽ ഒരുപാട് ലൈംഗികമായിട്ട് അതിപ്രസരമുണ്ട് ഈ ചിത്രങ്ങൾ, അതുകൊണ്ട് ഇത് ഞങ്ങൾ നശിപ്പിക്കുകയാണ്, ഇത് വിട്ടുതരില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിടിച്ചു വെച്ചു. ഇത് വാങ്ങിച്ച ആൾ, ഇത് ലേലത്തിന് ആരാണോ വാങ്ങിച്ചത്, അദ്ദേഹം കോടതിയെ സമീപിച്ചു. കോടതി അവസാനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു തീർപ്പ് കൽപ്പിച്ചു. ലൈംഗികതയുടെ പര്യായം അശ്ലീലമല്ല എന്നാണ് കോടതി പറയുന്നത്. അതായത് കോടതി പറഞ്ഞത് ലൈംഗികത എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അശ്ലീലം എന്നല്ല. എനിക്ക് അത്ഭുതം എന്ന് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റംസ് എങ്ങനെയാണ് ഈ രീതിയിൽ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാവുന്നില്ല. ഈ സംഭവം ഇത് വാങ്ങിച്ചത്, ഈ വാർത്ത എന്റെയും ശ്രദ്ധയിൽ പെട്ടിരുന്നു, പറഞ്ഞോളൂ. ഈ ചിത്രം വാങ്ങിച്ചത് ബോംബെയിൽ നിന്നുള്ള ഒരു ബിസിനസ്മാനാണ്. അദ്ദേഹത്തിന്റെ പേര് മുസ്തഫ കറാച്ചിവാല. അത് ശരി. 2022 ഈ ചിത്രം അദ്ദേഹം സ്കോട്ട്ലാൻഡിൽ നിന്ന് വാങ്ങിക്കുന്നത്. FN സൗസ, അതുപോലെ തന്നെ അക്ബർ പദംസി, ഈ 2 പേര് വരച്ച ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങളാണ് ഇയാൾ വാങ്ങിക്കുന്നത്. ഇതാണ് കഴിഞ്ഞ വർഷം ഏപ്രിലില് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കസ്റ്റംസ് പിടിച്ചു വെച്ചത്. അത് മാത്രമല്ല 50,000 രൂപ ഫൈനും കോടതി അടിച്ചു. നന്നായി. കോടതിയല്ല, ഈ കസ്റ്റംസ് അടിച്ചു. ഇയാളടിച്ചു. അത് ശരി. അപ്പൊ അതിനെ റദ്ദാക്കിക്കൊണ്ടാണ് ബോംബെ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ശരി. അപ്പൊ നേരത്തെയും ഈ ഇത്തരം രീതിയിൽ ഈ ആർട്ടിൽ, സിനിമയിൽ
ഇത്തരം ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ കുരുവട്ടാറുണ്ട്. ദീപിക പതുക്കോൺ ധരിച്ച ബിക്കിനി കണ്ടപ്പം ഒരുപാട് പേർക്ക് വിരളി പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ബിക്കിനിയുടെ കളർ എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഒച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ മലയാളത്തിൽ സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്തൊരു സിനിമ, ആ സിനിമയുടെ പേര് അതിന് മുമ്പുള്ള പേര് സെക്സി ദുർഗ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതിന്റെ പേരിൽ ഒരുപാട് ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇപ്പൊ ഈ കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു ആർട്ട് വർക്ക് ലൈംഗികത ഉണ്ടെന്ന പേരിൽ നിങ്ങൾ അത് ഇല്ലാതാക്കണം, അതിനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ ചെയ്യാമെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ഖജൂറാവോ എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്, ക്ഷേത്രശില്പങ്ങളെല്ലാം. ഇതൊക്കെ നിങ്ങളപ്പം ഇല്ലാതാക്കി കളയുമെന്നാണ് കോടതി ചോദിച്ചിരിക്കുക. കോടതിയുടെ ചോദ്യം ന്യായമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി ക്ഷേത്രങ്ങളിൽ രതിശില്പങ്ങൾ, നമ്മൾ ആ വാക്ക് തന്നെ പറയണം, രതിശില്പങ്ങൾ ധാരാളമുണ്ട്. പല ചേഷ്ടകളിൽ നിൽക്കുന്ന ശൃംഗാരം, പ്രണയം, പ്രേമം ഒക്കെ പങ്കുവെക്കുന്ന, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന, സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഏർപ്പെടുന്ന പലതരം ദൃശ്യങ്ങൾ അവിടെ ശില്പങ്ങളിൽ കൊത്തി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മിക്ക ക്ഷേത്രങ്ങളിലും ചെന്നാൽ ഈ വളരെ പഴയ ശില്പകലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ചെന്നാൽ കാണാം. പ്രത്യേകിച്ച് നമ്മുടെ തഞ്ചാവൂര്, തമിഴ്നാട്ടിലെ തഞ്ചാവൂര് ക്ഷേത്ര നഗരിയാണ് തഞ്ചാവൂർ. ബൃഹദീശ്വര ക്ഷേത്രം, അതുപോലെ ഇവിടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം ഒക്കെ ധാരാളം ശില്പങ്ങളുണ്ട്. അവിടെ ചെല്ലുന്ന ഒരു ഭക്തന് അതിലൊരിക്കലും ഒരു അശ്ലീലത തോന്നാറില്ല. ഇന്ന് വരെ അതവിടെ പോയി നിന്ന് കണ്ട് ആസ്വദിച്ചിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും മോശം കമൻറ്റുകൾ ആരെങ്കിലും പറഞ്ഞതായിട്ട് ഇന്ന് വരെ ചരിത്രത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരു നിയമപ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല, ഒരു പരാതി പോലും ഉയർന്നിട്ടില്ല. അപ്പോൾ ആൾക്കാർക്ക് അവിടെ ചെല്ലുമ്പം ക്ഷേത്രം ഒരു ദിവ്യമായ സ്ഥലമാണ്, അവർ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നതാണ്. ഇതും അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടായിരിക്കും അവർ കാണുന്നത്. നമുക്ക് എല്ലാവരുടെയും ഉള്ളിൽ എന്താണ്, മനസ്സിൽ എന്താണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ ഇതിൻ്റെ പേരിൽ എന്തായാലും സാമൂഹ്യ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ നമ്മുടെ നാട്ടിൽ ഒരു 2 സംഭവങ്ങൾ പറയാം. ഒന്ന്, ഭാരതത്തിൽ ഈ സ്ത്രീകളുടെ നമ്മളീ പറയുന്ന ലൈംഗിക അവയവം എന്ന് പറയുന്ന സ്ത്രീ യോനിയെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്, ഒരു യോനി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമുണ്ട്. അതിനെ ആരാധിക്കുന്നുണ്ട്. കോടിക്കണക്കിന് ഭക്തരാണ് അവിടെ വരുന്നത്. ആസാമിലെ കാമാഖ്യ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. അതെ, യോനി. എന്നിട്ട് അവിടുത്തെ പ്രതിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരാധനാ വിഗ്രഹം എന്ന് പറയുന്നത് യോനിയാണ്, സ്ത്രീകളുടെ യോനിയാണ്. അതിനെ എങ്ങനെ നമ്മൾ അതിനകത്ത് എന്ത് അശ്ലീലതയാണ് പറയുക? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അത്രമാത്രം ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, അത്രമാത്രം ഈശ്വരനെ അടുക്കാൻ ലൈംഗികതയെ ഉപയോഗിച്ചിരുന്ന, മാന്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ജനതയാണ്, അല്ലെങ്കിൽ ഒരു പൂർവികരാണ് നമ്മുടേതെന്ന് പറയേണ്ടി വരും. പൂർവികരായിരുന്നു. പക്ഷെ ആ പൂർവികർക്ക് ഇപ്പം ബോധം നഷ്ടപ്പെട്ടു. പൂർവികരുടെ അടുത്ത തലമുറയ്ക്ക്, ഈ വർത്തമാനകാല തലമുറയ്ക്ക് ആ ബോധം നഷ്ടപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് കോടതിക്ക് ഇടപെടേണ്ടി വന്നിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് ഇപ്പം അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന വിക്ടോറിയൻ മൊറാലിറ്റി, അതായത് സായിപ്പന്മാര് കൊണ്ടുവന്ന ഒരുപാട് മൊറാലിറ്റി, അത് പറയുന്നുണ്ട്. ആ ചിന്ത നമ്മളെ തലയിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. കൊളോണിയൽ ചിന്താഗതി ഉണ്ടല്ലോ, അത് ഭാരതത്തിന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ കസ്റ്റംസിന്റെ വെസ്റ്റേൺ മൊറാലിറ്റി ആണ് അവിടെ പ്രശ്നം. ഒറ്റ വാക്കി പറഞ്ഞ ഈ പടിഞ്ഞാറൻ സദാചാരം. നമ്മൾ ഇതിന്റെ കൂടെ ഈ കാമാഖ്യയുടെ കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. ചെങ്ങന്നൂരിൽ ഒരു ശിവക്ഷേത്രം ഉണ്ട്, ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. അവിടെ ചെങ്ങന്നൂർ മഹാദേവനും ഉണ്ട്, ദേവിയും ഉണ്ട്, ശിവനും പാർവതിയും കൂടിയാണ്. ഇപ്പോൾ 2 നടകളിലായിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. നമ്മൾ ശിവപാർവതി, നമ്മുടെ സങ്കല്പം അർദ്ധനാരീശ്വരന്മാരാണെന്നാണ്. എവിടെ ശിവനുണ്ടോ അവിടെ പാർവതി കാണുമെന്നാണ് സങ്കല്പം. അപ്പോൾ അവിടെ ആ ക്ഷേത്രത്തിൽ ഈ പാർവതി വിഗ്രഹത്തിൽ ഉടുപ്പിക്കുന്ന പട്ട് ഒരു ദേവി വിഗ്രഹമാണ്. അതിൽ ഈ ദേവി രജസ്വലയാകും എന്നാണ് സങ്കല്പം. അതായത് ദേവിക്ക് പുറത്ത് മാറും, സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്നത് പോലെ പീരീഡ്സ് ഉണ്ടാകും, പുറത്ത് മാറും എന്നാണ് സങ്കല്പം. അത് ഈ പട്ടിൽ ചെറിയ അടയാളങ്ങൾ കാണും അതിൻ്റെ. അത് കണ്ട് അത് ഉടനെ അതിൻ്റെ തന്ത്രിയെ കൊണ്ടുവന്ന് കാണിക്കും. തന്ത്രി അത് നോക്കി പരിശോധിച്ച്, തന്ത്രിയുടെ വീട്ടിലെ സ്ത്രീകൾ അത് നോക്കി പരിശോധിച്ച് അവരാണ് അത് സമ്മതിക്കേണ്ടത്, ഇത് ഇങ്ങനെയാണ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉടനെ ഉത്സവം. നോക്കണം, അതൊരു ഉത്സവമായിട്ട് ആഘോഷിക്കുകയാണ്. എന്താ തൃപ്പൂത്തം എന്നാണ് അതിന് പറയുക തന്നെ. അവർ പറയുന്നത് അവിടുത്തെ ഒരു വലിയ ഉത്സവവും വഴിപാടും ആചാരവും അനുഷ്ഠാനവും ഒക്കെയാണ്.
അപ്പം അങ്ങ് ആസാമിൽ കാമാഖ്യയിൽ മാത്രമല്ല, ഇങ്ങ് കൊച്ചു ചെങ്ങന്നൂരിലും കൊച്ചു കേരളത്തിലെ ചെങ്ങന്നൂരിലും ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശ്വാസവും ജീവിതവും ഒക്കെ ആയിട്ട് ഇഴുകിച്ചേർന്ന് കിടക്കുകയാണ്. ഇതിനെ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. ഇത് ലൈംഗികത എങ്ങനെ പാപമാകും? നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അനന്തര തലമുറകളുടെ സൃഷ്ടി ഉണ്ടാകുന്നത് ഇതിൽ നിന്നല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് പാപമാകുന്നത്? അത് പാപമാണെന്നാണ് പല ആളുകളും ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞൊരു സിനിമ, അനൂപ് മേനോന്റെ, VK പ്രകാശ് സംവിധാനം ചെയ്തൊരു സിനിമ. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ആ സിനിമ ഇറങ്ങിയപ്പോൾ ഒരുപാട് വിവാദം ഉണ്ടായിരുന്നു. അതായത് ബെഡ്റൂം സീനുകളൊക്കെ നമ്മളൊക്കെ ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നതല്ലേ, ഇതൊക്കെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെയാണ്. ഇപ്പൊ ഒരു പ്രശ്നമില്ല, ഇപ്പം അത് കാണിക്കുക. അപ്പൊ മാറി വരുന്നുണ്ട്. അല്ല, ഈ സിനിമയിലെ ദൃശ്യങ്ങളുടെ കാര്യത്തിൽ അവിടെ നിൽക്കട്ടെ, ഞാനതിലിപ്പോൾ ഒരു അഭിപ്രായം അതിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിലുള്ള ഈ കാര്യങ്ങൾ ഇതെല്ലാം അതിനൊരു മാന്യതയുണ്ട്. മാന്യമായി കാണിച്ചാൽ ഇതെല്ലാം. വേറൊരു കാര്യം പറയാം, ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് സെക്സിനെ കുറിച്ച് എഴുതിയൊരു പുസ്തകം വാത്സ്യായനൻ രചിച്ച കാമസൂത്രയാണ്. സെക്സിനെ കുറിച്ചെന്നല്ല, ഈ ലൈംഗികതയെക്കുറിച്ച് ഉണ്ടായ ഒരു ശാസ്ത്ര ഗ്രന്ഥം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അതെ, അത് മഹർഷി വാത്സ്യായനൻ്റെ കാമസൂത്രയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കാഴ്ചപ്പാടിലാണ് പ്രശ്നം. ലൈംഗികത പാപമല്ല, പക്ഷെ അത് എവിടെ, എങ്ങനെ, എപ്പോൾ, എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ഇത് അനിയന്ത്രിതമായ ലൈംഗികത അപകടമാണ്. അതേസമയം ഇത് സ്ത്രീ പുരുഷ ബന്ധത്തിന്, ദാമ്പത്യ ജീവിതത്തിനൊക്കെ ഒഴിച്ചുകൂടാനാകാത്തതുമാണ്. അത് മാത്രമല്ല, ആർട്ടിൽ നമ്മൾ എങ്ങനെ ഇതിനെ സമീപിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അല്ല, അത് ആർട്ട് എന്ന് പറയുന്നത് ഒരു അതിൽ നമുക്കിപ്പോൾ ആർട്ടിൽ ലോജിക്ക് വേണമെന്നില്ല, ആർട്ടിൽ എന്താണ് സദാചാരം വേണമെന്നില്ല. ഒരുപാട് സദാചാര ബോധം തലയിൽ കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് എക്സ്പ്രസീവ് ആവാനും സാധിക്കില്ല. അല്ല, ഇതിനകത്ത് അതാണ് ആർട്ടിൽ സംഭവിക്കുന്ന. അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കലയും സംസ്കാരവും എല്ലാം മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒന്നും മനുഷ്യ ജീവിതത്തിൽ നിന്ന് വേറെയല്ല. നമ്മുടെ സമൂഹത്തിൽ നിന്ന്, മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഒന്നും വേറെയല്ല, വേറിട്ട് നിൽക്കുന്നതല്ല. ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്, പരസ്പരം ആശ്ലേഷിതമാണ്. അതുകൊണ്ട് ഇതിനകത്ത് എങ്ങനെയാണ് ഇതിനകത്ത് പാപം വരുന്നത്? എങ്ങനെയാണ് ഇതിൽ തെറ്റ്? പാപം വരും. ഇതെങ്ങനെയെന്ന് വെച്ചാൽ, മറ്റൊരാളെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ചാൽ ഇത് പാപമാണ്. ഒരാളിനെ സമ്മതമില്ലാതെ, അയാളുടെ അനുവാദമില്ലാതെ അയാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ, അയാളെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് പാപമാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒക്കെ തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇതൊരു പവിത്രമായ കാര്യമാണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. ഇത് പാപമല്ല, ഇതൊരു പവിത്രമായ കാര്യമാണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. വാസ്തവത്തിൽ സമൂഹത്തിന് മൊറാലിറ്റിയാണ് പകർന്നു കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനത്തിൽ ഒരു മൊറാലിറ്റി വേണം. ഇതെങ്ങനെ മാന്യമായി ഈ കാര്യത്തെ നമുക്ക് പുതിയൊരു തരം മൊറാലിറ്റി. അതെ, പുതിയതല്ല, നമ്മുടെ ആ പ്രാചീനമായ മൊറാലിറ്റി. ഇടയ്ക്ക് കയറി വന്ന ഈ പടിഞ്ഞാറൻ മൊറാലിറ്റി അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ മൊറാലിറ്റി, അതാണ് നിങ്ങൾ നേരത്തെ കോടതി പറഞ്ഞത്. അതാണ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഈ വെസ്റ്റേൺ മൊറാലിറ്റി വെച്ച് വിശകലനം ചെയ്യരുത്. കോടതി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഖജുറാഹോന്റെ കാര്യം മാത്രമല്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂറോപ്പിലെ മഹാരഥന്മാരായിട്ടുള്ള ഒരുപാട് ചിത്രകാരന്മാരുണ്ട്, അവരുടെയൊക്കെ ചിത്രങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ബാൻ ചെയ്യല്ലോ. അപ്പം കോടതി അവിടെ വെസ്റ്റേൺ സ്ഥാനത്തെയും വേണ്ടാന്ന്. അതാ ഞാൻ പറഞ്ഞ പ്രാചീന കാലത്തുണ്ടായിരുന്ന ആ ഒരു ബോധം നമുക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ മതി, ഈ പ്രശ്നമൊക്കെ തീരും. ഇത് അനാവശ്യമായി ഉണ്ടാക്കപ്പെടുന്ന ഒരു എന്താ പറയുക, ഊതി വീർപ്പിച്ച ഒരു ബലൂണാണ് ഈ. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂടുതൽ സദാചാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമിറ്റിക് യുക്തിബോധമാണ്. അതായത് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബുക്ക്. എനിക്കൊന്ന് ഭാരതം എന്ന് പറയുന്നത് കലയെ ഒരുപാട് ഇഷ്ടപ്പെട്ട, എക്സ്പ്രഷൻസിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട, ഭാവങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഓപ്പൺ ബുക്കാണ്. അപ്പോൾ ഓപ്പൺ ബുക്കായിട്ട് കലയുമായി തീരുക എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും.